ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ ബൈ ഡേ വ്ളോഗ് വിത്ത് കാഞ്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാനും പോകുന്നു ഗൈസ്. ഞാനും പോകണം, ഡേറ്റിന് പോകണം. ഞാനും പോവാണ് ഗൈസ്, ഡേറ്റിന് പോകണം. ആരെ കൂടെയാണ് ഡേറ്റിന് പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ അറിയാം, ആളറിയാം. ഞാൻ ഡേറ്റിന് പോവുകയാണ്. എനിക്കുണ്ട് ഗൈസ് ഡേറ്റിന് പോകാൻ. പോയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ വാലന്റൈൻസ് ഡേറ്റ് ഫ്രണ്ടൊക്കെ ഇട്ട് വന്നതാണ്. ഫ്രണ്ടൊക്കെ ഇട്ട് മുടിയൊക്കെ തിരിച്ച് വന്നതാണ്. പക്ഷേ പോവാം. നമ്മുടെ എൻ്റെ കൂടെ ഡേറ്റിന് പോകുന്ന ആളെ കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ കൂടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ KSRTC ബസ്സിൽ കയറുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും? കുഴപ്പമില്ല. ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു സാധാരണ ബസ്. ഇതിൽ കുറച്ച് സ്പേസും ആൾക്കാർ കുറവും എല്ലാം ആണ്. സോ അത് ഉച്ചയായതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ബസ്സിൽ കയറാം. ലൈക്ക് ഐ ഹേറ്റ് ബസ്സിൽ കയറുന്നത്. അറിയില്ല, ജാട കാരണമല്ല, ഞാൻ ജസ്റ്റ് ഒരു ബസ്സിൽ കയറിയില്ല, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ലുലു ഇതൊരു ഫ്രഷ് സ്ഥലമാണ്. അതെ, ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് അല്ലേ? യാ നീരജാണ് എൻ്റെ ഡേറ്റ് പാർട്ട്ണർ. നീ ഇല്ല പോ. ഞാൻ നീരജ മാത്രം മതി ഇന്നത്തെ ഡേറ്റിന്. വരെ നിന്റെ നാക്ക് ഭയങ്കര ഇതായിട്ട് വരെയാണ്. പക്ഷെ നീ എന്ത് പറഞ്ഞാലും അത് നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാനല്ലേ, മുൻകൂട്ടി സാധാരണ എല്ലാ പ്രാവശ്യവും അതുവഴി കയറ്റി വിടുന്ന ആള് നീ ഇന്ന് പറഞ്ഞ നമുക്ക് ഇതുവഴി പോയാ പോരെ എന്ന് ചോദിച്ചത്. എന്റെ വിളി കേൾക്കുന്നു, വല്ലാണ്ട് കേൾക്കുന്നു. എന്റെ പ്രാർത്ഥന വല്ലാണ്ട് കേൾക്കുന്നു. എന്റെ വീട് വല്ലാണ്ട് കേൾക്കുന്നു, വല്ലാണ്ട്. ഹലോ ഗൈസ്, നമ്മളാണ് നമ്മുടെ കാഞ്ചനക്കുട്ടിയുടെ വാലന്റൈൻ. ഞാനാണ് മെയിൻ വാലന്റൈൻ. ഞാൻ നീരജയുടെ ഡേറ്റിന് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാനും കാഞ്ചനയാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. നീരജ, നമ്മുടെ വാലന്റൈൻ ഡെസ്റ്റിനേഷൻ. എനിക്ക് ആരെങ്കിലും ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലേ? ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന ഞങ്ങൾ. എന്ത് വേണമെന്ന് കൺഫ്യൂഷൻ അടിച്ച അക്ഷര എന്ത് വേണം? ഞാനൊരു മിൽക്ക് ഷേക്ക് വാങ്ങി. ഞാനും വർഷമൊക്കെ എന്താ വേണ്ടത്? ഫുഡ് വന്നേ ടവർ പിടിച്ചോണ്ടിരിക്കുമ്പോഴുണ്ട്. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ ചുമക്കുന്നേ ഉള്ളൂ. പുതിയ ആള് വന്നിട്ടുണ്ട്. ആൽഫിയ പറയൂ, ആൽഫ കോളേജ് വന്നില്ല. കോളേജ് കയറാതെ കോളേജിൽ വരില്ല. കോളേജിൽ പിടിച്ചോ കോളേജിൽ കയറാതെ ഇതില് ലുലുവില് മാത്രം വന്നില്ല. നീരജയുടെ ഫുഡിന് വേണ്ടി ഫുഡ് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് കഴിക്കാൻ ആളെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ 1 2 3 4 ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹോൾ മീറ്റ് ചിക്കൻ ഷവർമ വാങ്ങിച്ചു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ ഡ്രം സ്റ്റിക്ക് വാങ്ങിച്ചു. ഇത് എല്ലാവരും കൂടെ പൈസ ഒക്കെ വാങ്ങിച്ചതാണ്. ഒരാൾ കഴിക്കാനുള്ള എനിക്കുള്ള. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെനിക്കാണ്. രണ്ടും ഒരു ഫ്ലേവറാണെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് കാഞ്ചനയ്ക്കും ഇത് വർഷയ്ക്ക്
എല്ലാം ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ്. അതെ അതിന്റെ ബ്രാൻഡ് കറക്റ്റ് ആയിട്ട് കാണിക്കും കുട്ടി. ഇത് ആൽഫിഞ്ചില്ല, ഇത് അക്ഷരയ്ക്ക്, ഇതും അക്ഷര ഈയിടയ്ക്ക് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് കീമ പാവ് കഴിച്ച് ഭയങ്കര എൻ്റെ ഒരു ബ്ലോഗിൽ വരും അത്. അക്ഷര ഇങ്ങനെ കീമ പാവ് കഴിച്ച് ഭയങ്കര ഇതായി പ്രശ്നമൊക്കെ അവർക്ക് വയറിനൊക്കെ സുഖമില്ലാതെ ശേഷം പാവം ഇപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ളു, പാക്ഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കഴിക്കാറുള്ള ഏരിയേഷൻ. പിന്നെ ഇനി ആൽഫിക്കുള്ളതായി വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഈ വെയിറ്റിംഗ്. അതെ, പിന്നെ കരികടുവായി ഇടയ്ക്ക് വർഷം കേട്ടോ മതി കഴിവ്. പക്ഷെ ചിരിക്കണമെന്ന് രാവിലെ മുതലേ കയറി പിടിച്ചോണ്ടിരിക്കുവാണ്. ചിരിക്കണമെന്ന് ഒരു ചിരിയാവാം. രാവിലെ മുതൽ ഇതുവരെയുള്ള സമയത്തിലേക്ക് ഒരു ചിരിയാവാം. ഷേക്ക്, കോഫി, കോഫി കുടിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ നോക്കാം. അക്ഷര കുടിക്ക്. അടുത്ത അഭിനന്ദി ബി നായർ. അതന്നെ, ഇത് ഗ്രീൻ ടീ, പെർഫെക്റ്റ് ഗ്രീൻ ടീയുടെ ടേസ്റ്റ്. ഗ്രീൻ ടീ കൊള്ളത്തില്ല. അക്ഷര പറയൂ, റിവ്യൂ പറയൂ. ഒന്നും പറയാനില്ല. അടുത്ത ഐറ്റം കേട്ടിട്ടുണ്ട്. എന്താ എക്സ്പ്രഷൻ. ഓ സ്നേഹം നീരജ, നോ, വേറൊരാളിന് പങ്കിട്ട് പോരുത്. ഇത് പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ലേന കാട്ടിയും വലിയൊരു റോള് കഴിക്കുന്ന കാഞ്ചനയാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ്. കണ്ടോ, എടുത്തപ്പോൾ ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. പിന്നെ പാവം കൊച്ച് കഷ്ടപ്പെട്ട് കടിച്ച് ഇത്ര ആക്കി എടുത്തു. നിങ്ങളുടെ സ്വന്തം കാഞ്ചു വ്ളോഗ്സ്. അപ്പം അതൊക്കെ കഴിക്കണ്ട, അങ്ങോട്ട് വാരി വിഴുങ്ങ അങ്ങോട്ട്. ഇതൊക്കെ ഇടണേ, എടുത്ത് കളഞ്ഞാൽ കൊന്നു കളഞ്ഞേ. ഈ കഴിച്ച റോളിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കുറിച്ചും റിവ്യൂ പറയും. ആദ്യം ഒന്ന് വേഗം പറ, തലയാട്ടിക്കൊണ്ടിരിക്കാതെ. തലയാട്ടി നിൽക്കുക. അത് കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട് മുഖത്ത്. ക്വാണ്ടിറ്റി അതെന്തെന്നറിയാമോ, നിനക്ക് നീളമില്ല, പിന്നെ വലുതാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ നൂഡിൽസ് നമ്മള് ഹോട്ടൽ നൂഡിൽസ് ആണെന്ന് പറയില്ല. ഇപ്പോഴത്തെ ചിക്കൻ പീസ് ഒന്നും ഒരു ആദ്യം കിട്ടില്ലേ. പിന്നെ നിങ്ങൾക്ക് ഒരു ന്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും കാഞ്ചനയിലേക്ക് കൊണ്ടുപോകും. കാഞ്ചന ഒരു ക്യാപ്സിക്കം ലവറാണ്. ഒരു 55 ഒരു ക്യാപ്സിക്കം തന്നെ നമ്മുടെ നെല്ല് അടിച്ചു വരുത്തുന്നുണ്ട്. അതെ, എല്ലാവരുടെയും. അതെ, അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്യാപ്സിക്കം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ എത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും മതി, സ്കൂട്ടറിൽ വന്ന് എടുത്തോണ്ട് പോകുന്നതാണ്. നമ്മൾ വന്നപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു ഇവിടെ എവിടെയൊക്കെ. ആ കുട്ടികൾ വരെ കഴിച്ച് എനിക്ക് പോയി. കൂടെ നീരജ വർഷം വരെ പോയി. ഈ സാധനം കണ്ട എത്ര നേരം എന്നാ കഴിക്കാൻ തന്നെ ഇതുവരെ എണീച്ചില്ല. ഇത് കാരണം എനിക്കും പറ്റത്തില്ല. ഞാനിത് എവിടെ ഇരിക്കുന്നു കൈ എഴുവാതെ.
അതുകൊണ്ട് നമ്മളിവിടെ കൈ എഴുതാതിരിക്കണോ? പറ്റത്തില്ല. ആ ഇവിടെ വേറെ ആരും ഇല്ല ഗൈസ്, എല്ലാരും പോയി. ഈ കൊച്ചു കഴിച്ചതിനകത്തോണ്ട് ഞാൻ സ്നേഹത്തിന്റെ വന്നപ്പോ ഇവിടെ ഒക്കെ ആൾക്കാരത്. ഇപ്പൊ ഈ കൊച്ചും അതിന്റെ ഒരു റോളും അതിന്റെ അത്രയുള്ളവരും വേഗം കഴിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ പോകും, ഇതിനകത്തെടുത്തിട്ട് ഞാൻ പോകും. അയ്യോ ഫാൻസിന്റെ ഒരു കാര്യം എല്ലായിടത്തും അടിച്ചു, എല്ലായിടത്തും ഫാൻസ്, എല്ലാവരും നോക്കും തന്നെ. ഇവിടെ ആരുമില്ല. ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലേശ വിശ്രമം, അതിനുവേണ്ടി ലേശ ഫോൺ നോക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഈ എല്ലാവരും എനിക്ക് ഭ്രാന്താണോ എന്ന് വിചാരിക്കുന്നു. ഫോൺ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണോ എന്ന് നോക്കുന്നു എല്ലാവരും. അങ്ങനെ നോക്കുന്നില്ല, എല്ലാവരും എൻ്റെ ഫാൻസാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എൻ്റെ ഫാൻസ് ആയതാണ് എല്ലാവരും. നമ്മളും സംഘടിക്കാൻ പോവുകയാണ് ഗൈസ്. അഭിനേതിയെ കണ്ടപ്പോൾ എൻ്റെ പാർട്ട്ണറിന് ഫീലായി. അഭിനേതിയുടെ കൂടെയുള്ള കുൽസിത പറയേണ്ടെന്ന് അറിയില്ല, ഞാൻ എക്സ്പ്രഷൻ മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുൽസിതം മലയാളം അറിയാമല്ലോ അല്ലേ കുട്ടിക്ക്? നിങ്ങൾ പറഞ്ഞിട്ട് എനിക്കറിയാം. അതിന് മുന്നേ ആയിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു വാക്കുണ്ട്. ഇങ്ങനത്തെ വാക്ക് ആദ്യം കൊണ്ടുവരുന്നത് അഭിനേതിയാണ്. കുൽസിതം നമ്മൾ ഈ കുൽസിതം ചെയ്യാൻ പോവാണ്. അതാണ് നമ്മൾ വീട്ടിൽ. അയ്യോ ഇതൊക്കെ വീഡിയോയിൽ എടുക്കാം, പക്ഷെ ഇനി നമ്മൾ സ്റ്റോളിൻ്റെ അകത്തോട്ട് പോയിട്ട് വീഡിയോയിൽ കിട്ടാൻ പറ്റാത്ത വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ അതാണ്. ഇവിടെ വട്ടാണെന്ന് വിചാരിച്ചു ഒന്ന് മാറോ കൊണ്ടുവന്നു. നമ്മൾ ആ ഡോറിന് അങ്ങോട്ട് അവരിങ്ങനെ ആക്കി അങ്ങോട്ട് വെക്കണേ, ഇറങ്ങി ഡോറിന്റെ അങ്ങോട്ട് വെക്കോളെ. എസ്ബിഎൻഎസ് ഈ കൺട്രിയിൽ സപ്പോർട്ടഡ് അല്ല, അത് മാറ്റണം. ഞാനും ദൈവമേ എല്ലാരും നോക്കുന്നത്. അയ്യോ ഗൈസ്, നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നത് ഞങ്ങൾ ലെസ്ബിയൻസ് ആണെന്ന്? ഞങ്ങളതല്ല. ഞാനതല്ല. ഞാൻ വളരെ അത് പിന്നെ ഒരു വ്ളോഗിൽ റിവീൽ ചെയ്യും. സെക്ഷുവാലിറ്റി റിവീൽ. ഞാനതല്ല. ഞാൻ നല്ലതല്ല. ചെറുക്കന്മാരെ കാണുമ്പോഴൊക്കെ വായി നോക്കാറുണ്ട്. ഞാനതല്ല. ആണ് നല്ല എവിടെയെങ്കിലൊക്കെ നല്ല നല്ല പയ്യന്മാരെ കാണുമ്പോൾ ഞാൻ നോക്കും. അതെന്തുകൊണ്ടാ? ഞാൻ അതല്ലാത്തത് കൊണ്ട്. അതെല്ലാരും ഞാനൊരാൾ നോക്കണെങ്കിൽ അവരെ നോക്കും. ഈ അക്ഷരം അവരെ നോക്കും. അവൾ എല്ലാവരുടെയും എല്ലാവരുടെയും പാത്രമൊക്കെ ആയിട്ട് വരും. ഞാനൊരു വല്ലാണ്ടൊരു എക്സ്പ്രഷൻ ഇട്ട് അതല്ല ചവരുത്. നോ. അയ്യോ അതിന്റെ ആ എക്സ്പ്രഷൻസ് അതിന്റെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ അക്ഷര കർച്ചിപ്പൊക്കെ വെച്ചിട്ട് എന്നാരും നോക്കരുത്. ഒന്നും അറിയാതെ ചിരിക്കുകയാണ് ഫോൺ നോക്കിയിരുന്നിട്ട്. അക്ഷര നോ കുൽസിത പ്രവർത്തനമായിട്ട് പബ്ലിക് പ്ലേസ്. അത് ശരിയാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് കാഞ്ചി വ്ളോഗ്സിന്റെ രോദനമാണ്. ബോയ് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് ആൽഫി ഇച്ചിരി ഒരു ബോയ്സ് രീതിയിലാണല്ലോ വന്നത്. അതുകൊണ്ട് കള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്യാമറമാൻ നീരജ. ഫോട്ടോ കണ്ടു കണ്ടു ഗൈസ് കണ്ടു.
കണ്ടോ കണ്ടോ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ഇല്ലാത്ത ബോയ് ഫ്രണ്ട് വെച്ചുള്ള ഫോട്ടോ എടുക്കും ഫോട്ടോഷൂട്ട് അവളും ഉണ്ട് ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് ഇല്ലാത്ത ബോയ് ഫ്രണ്ടിനെ വെച്ച് തന്നെയാണ് ആ സത്യം നമുക്ക് സ്റ്റോറി ഇടാൻ മാത്രം മതി ബോയ് ഫ്രണ്ട് ഞാൻ സ്റ്റോറി ഇടത്തില്ല അത് വേറെ കാര്യം ചുമ്മാ കണ്ടോണ്ടിരിക്കല്ലോ കണ്ട് ആശ്വസിക്കാനല്ലേ നമ്മുടെ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ബോയ് ഫ്രണ്ട് ഏറ്റവും ടോക്സിക് അല്ലാത്ത ഏറ്റവും ജെന്യൂൻ എല്ലാരും ഇഷ്ടപ്പെടുന്ന ബോയ് ഫ്രണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒന്നുമില്ല 2 ഡ്രസ്സ് വിട്ട് അലങ്കൃതമായി നിൽക്കുന്നില്ലേ ഞാൻ ഒരു ലിപ്സ്റ്റിക്കാ ഭാരത എല്ലാവർക്കും ലിപ്സ്റ്റിക് ഇടാൻ പറ്റും എന്റെ ചുണ്ടിൽ മാത്രം ലിപ്സ്റ്റിക് ഇടാൻ പറ്റും ആ എന്താ ഇരിക്കാത്ത ഇളനി കടിച്ച് തിന്നുന്നതാണെന്ന് പറ എന്റെ ചുണ്ടിൽ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നല്ലപോലെ ഇരിക്കും അക്ഷര നോക്കട്ടെ എവിടെ ഒന്നുമേ കണ്ടുകൂടാ നീരജ നോക്കട്ടെ ഓ ബ്യൂട്ടി കിട്ടില്ല ലിപ്സ്റ്റിക്ക് നീരജയ്ക്ക് നന്നായിട്ട് ചെയ്തു എന്നെ കണ്ടോ കുറച്ച് കഴിഞ്ഞ് സ്മജാവും എല്ലാവർക്കും 30 ഇട്ടിട്ട് ഇതെടുക്കും ഞാനും ഇട്ടിട്ടുണ്ട് കൊള്ളാം പക്ഷെ പറ്റിട്ടില്ല അച്ഛൻ പറഞ്ഞു വാലന്റൈൻസ് ഡേക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം ഞാൻ ഈ ലുലുമോള് മൊത്തം കിടന്നോക്കാം സീരിയസ്ലി വാങ്ങിയിട്ട് വരണം ഒന്ന് വാലന്റൈൻസ് ഡേക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ നല്ല മണം ഇവിടെ അല്ല ഞാൻ എങ്ങോട്ടോ പോയി ഇത് ബോഡി ഷോപ്പ് ഇങ്ങോട്ട് പോകും ഇന്നിവിടെ മൊത്തം നടക്കും ഇന്നെനിക്ക് കോളേജ് ബസ് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല കിട്ടിയില്ലെങ്കിൽ എന്ത് ആക്ച്വലി കോളേജ് ബസ് കിട്ടിയില്ലെങ്കിലോ എങ്കിൽ ഞാൻ അവിടെ തന്നെ ചാവും കോളേജ് ബസ് കിട്ടിയില്ലാക്കി അച്ഛൻ റൊമാൻറ്റിക് ആണ് ഗൈസ് ഈ പ്രായത്തിൽ നമുക്കില്ലാരും മനസ്സിൽ തരാൻ അപ്പോഴാണ് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പോലും കാശ് സത്യം അപ്പൊ അച്ഛൻ എനിക്ക് പേ ചെയ്തിട്ട് വാങ്ങിയിട്ട് വരാം എന്തുവാ ചീറ്റിട്ടുണ്ട് ഗൈസ് ചീറ്റിട്ടുണ്ട് so expensive 200 അച്ഛൻ 200 എനിക്ക് തന്നിട്ട് പറയും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ കോസ്മെറ്റിക്സ് ഉപയോഗിക്കില്ല ഓർണമെന്റ്സ് ഉപയോഗിക്കില്ല ഒന്നുമില്ല പിന്നെ ഞാൻ 200 എന്ത് വാങ്ങിക്കും അത് നൈസായിട്ട് പാളിയിട്ടുണ്ട് കൊടുക്കാൻ പറഞ്ഞു അതൊന്നും അച്ഛന് വാലന്റൈൻസ് ഡേ ആണെന്നൊരു അതൊന്നും വേണ്ട വാലന്റൈൻസ് ഡേ റോഡാണ് ആണോ പറഞ്ഞാൽ നന്നായി ഇപ്പൊ വണ്ടി കൊണ്ട് പോയാലേ ഇപ്പൊ നേരെ കോളേജ് എത്തിയാലേ നല്ല റിച്ച് ആണ് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് 10 രൂപ 10 രൂപ അല്ല ഇനി 20 രൂപ അങ്ങനെ നമ്മൾ ഊബർ വന്നിരിക്കുകയാണ് വീണ്ടും ഊബർ പിടിച്ചാണ് പോകുന്നത് വീഡിയോയുടെ ലാസ്റ്റ് അറ്റങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ ലാസ്റ്റ് അറ്റത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതലേ കണ്ടോ അയ്യോ പോലെ അവിടെ കിടക്കും തിരിച്ചെടുക്കാനുള്ള ടൈമൊന്നും ഇല്ല എന്റെ ബ്ലോഗ് എല്ലാവരും എന്റെ ഫോൺ പോയത് ഓ ഈ ബ്ലോഗ് കാണാൻ പറ്റുമല്ലോ എനിക്ക് അതൊന്നും കുഴപ്പമില്ല വണ്ടിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു ഇയാളൊരു ഇല്ലാത്ത സാധനങ്ങൾ ഇരിക്കുന്നത് അത് മെച്ചൂരിറ്റി ഇല്ലാത്തതല്ല സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മളിവിടെ അപ്പൊ നമ്മുടെ വാലന്റൈൻസ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ലതായിരുന്നു വാലന്റൈൻസ് ഡേ എന്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ അപ്പൊ നമ്മുടെ വീഡിയോ വെരി വെരി ഗുഡ് അടിപൊളിയായിരുന്നു എന്റെ ഫസ്റ്റ് അല്ല പക്ഷെ എന്റെ ബെസ്റ്റ് ഓ അങ്ങനെ എന്റെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് കാഞ്ചു വ്ളോഗ്സ് ബൈ ബൈ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ